ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. പടം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഏകദേശം ഒരു 3-3.5 മണിക്കൂറായിട്ടുണ്ട്. ഇത്രയും സമയമായിട്ട് എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു പേര് എനിക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്. അത് വീഡിയോൻ്റെ അവസാനം പറയാം. അതിന് മുന്നേ ഇതൊരു മൂവി റിവ്യൂ വീഡിയോ ഒന്നുമല്ല, ഒപ്പീനിയനാണ്. സിനിമ മുഴുവനും പോയി കണ്ട പ്രേക്ഷകൻ, വിജയ് ഫാനും കൂടി കണ്ട ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ അഭിപ്രായം, ഒപ്പീനിയൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ട ഒരു കാരണവശാലും നിങ്ങൾ ഈ സിനിമയെ വിലയിരുത്താൻ പാടില്ല. നിങ്ങൾ കണ്ടിട്ട് വേണം സിനിമയെ വിലയിരുത്താൻ. നല്ലതാണോ ചീത്തയാണോ, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് വിലയിരുത്താൻ നിങ്ങൾ നിങ്ങളുടെ കണ്ണും കൊണ്ട് കണ്ടിട്ട് വേണം. ഓക്കെ, ഞാൻ 5 മണിക്കത്തെ ഷോക്കാണ് പോയത്, ഗോട്ട്. ഇതിന് മുന്നേ ഞാൻ കണ്ട വിജയ് പടം 4 മണിക്കാണ് വെളുപ്പിന്. അത് ലിയോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ് ലിയോ. ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫസ്റ്റ് ഷോ തന്നെ. ഇത് 5 മണിക്കായിരുന്നു നമ്മളിവിടെ ഫസ്റ്റ് ഷോ. അങ്ങനെ പോയി കണ്ടു. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചാണ് അതൊരു കത്തിപ്പടമായിരിക്കും എന്ന്. എന്നാലും തിയേറ്ററിൽ വിജയ് പടം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് ഇറങ്ങുമ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഏതാണോ ഫസ്റ്റ് ഷോ അതിന് ഞാൻ പോവും എന്താണെങ്കിലും. അങ്ങനെ ഇത് പോയി കണ്ടു. ഒരു 10 മിനിറ്റ് ആദ്യത്തെ കൊള്ളാം. ഭയങ്കര സൂപ്പറൊന്നുമല്ല, എന്നാലും ഇവിടെ എല്ലാവരുടെയും ഇൻട്രോവും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി സീനൊക്കെ ഉണ്ട്. കണ്ടിരിക്കാൻ നല്ല രസമാണ്. എനിക്ക് വിജയുടെ ഇൻട്രോനേക്കാളും പ്രത്യേകം ഇഷ്ടപ്പെട്ട നമ്മുടെ അജ്മലിൻ്റെ ഇൻട്രോ ആണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കൈയടിച്ചു പോയി. അജ്മലിന് എനിക്ക് തോന്നുന്നു കിട്ടാവുന്നതിൽ വെച്ച് മികച്ച ക്യാരക്ടറും മികച്ച ഇൻട്രോണ് കിട്ടിയിരിക്കുന്നത്. അത് ഇത്രയും ഹ്യൂജ് ഒരു പടത്തിൽ, അത് വിജയുടെ ഒപ്പം. വിജയനേക്കാളും കുറച്ചും കൂടി സൂപ്പർ ഇൻട്രോ ആയിട്ട് ഫീലും ചെയ്തു. ആ സീനും ഒരു ഗംഭീര സീനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് ഡ്രോൺ ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. കുറച്ച് ഡ്രോൺ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ തിയേറ്ററിൽ കാണാൻ കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഉള്ള ആ സീൻ. ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പിന്നെ പഴയ പോകുമ്പോഴത്തോട്ട് തന്നെ പോവുകയാണ്. പിന്നെ പടം എനിക്ക് ബോറായിട്ടാണ് ഫീൽ ചെയ്തത്. ഒന്നും തന്നെ ഇല്ല. തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് നഷ്ടം ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. വിജയ് ഫാൻ ആയ എൻ്റെ അനുഭവമാണ് പറയുന്നത്. വേറെ ആളുടെ ഫാനല്ലേ, വിജയ് ഫാനാണ്. പിന്നെ ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ കുറച്ച് സമയം ഉറങ്ങിപ്പോയി. മനഃപൂർവ്വം ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ ക്ഷീണിച്ചുറങ്ങിപ്പോയതോ ഒന്നുമല്ല. സിനിമ ബോറായതുകൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഉറങ്ങിപ്പോയതാണ്. ക്ലൈമാക്സിലോട്ട് അടുത്തപ്പോഴും ഒരു 2-3 മിനിറ്റ് ഇതേപോലെ തന്നെ ഉറങ്ങിപ്പോയി. എനിക്ക് പടത്തിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്, കുറേ സീനുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടി യോജിപ്പിച്ചപ്പോൾ ഉണ്ടായ മിസ്റ്റേക്കോ അല്ലെങ്കിൽ പാട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ പാട്ടുകൾ സെറ്റിട്ട് പല പല സ്ഥലങ്ങളിലും പോയി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഈ പറയുന്ന ആദ്യത്തെ 10 മിനിറ്റ് ഗംഭീര സീനിന് ശേഷം ഒരു പാട്ട് കയറി വരുന്നുണ്ട്, ഒരു ബന്ധമില്ലാത്ത പാട്ട്. എങ്ങനെ കഴിഞ്ഞാൽ മതിയായിരുന്നായിരുന്നു ഈ പാട്ട്. ഇതിൻ്റെ ഇടയിൽ മൊത്തം ഒരു 3-4 പാട്ടുണ്ട്. അവിടെ എടുത്തു പറയേണ്ട കാര്യം, ആ പാട്ടിൻ്റെ സമയത്ത് വിജയുടെ സ്റ്റെപ്പുകളാണ്. ഡാൻസ് അത് അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ സ്റ്റെപ്പ്. ഭയങ്കര വെറൈറ്റി സ്റ്റെപ്പുകളാണ്. ആ സമയത്ത് വിജയ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, കൂടെ കളിക്കുന്ന എല്ലാവരുടെയും അടിപൊളിയായിരുന്നു. നമ്മൾ ലിയോയിലൊക്കെ വിജയ് ഡാൻസ് കളിക്കുമ്പോൾ ആ സ്റ്റെപ്പൊക്കെ സൂപ്പറാണ്. പക്ഷേ കൂടെ കളിക്കുന്നവരിലൂടെ നമുക്ക് ഫോക്കസിങ് പോകില്ല. കാരണം വിജയാണ് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യുന്നതും സബ്ജക്റ്റ് മെയിനായിട്ട് വിജയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതും. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, എല്ലാവരും കാണിക്കുന്നുണ്ട്. അതെനിക്ക് അത്യാവശ്യം എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. എല്ലാവരുടെയും കൊള്ളാമായിരുന്നു. പടത്തിൻ്റെ മെയിൻ പ്രശ്നമായിട്ടും എനിക്ക് ഇത്രയും ബോറായിട്ട് ഫീൽ ചെയ്യാനായിട്ട് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ AI ഉപയോഗിച്ചിരിക്കുന്നതാണ്. അതായത് വിജയുടെ താഴത്തെ 2 ക്യാരക്ടർ AI ആണ്. അത് ബന്ധം ഞാൻ പറയുന്നില്ല, കാരണം ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു അത്യാവശ്യം കുഞ്ഞു ട്വിസ്റ്റുകളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഒരു 25-30 വയസ്സിനിടയിലുള്ള വിജയുണ്ട്, ഒരു 18-20 വയസ്സിനിടയിലുള്ള വിജയും കാണിക്കുന്നുണ്ട്. ഈ 18ഉം 20നൊക്കെ ഇടയിലുള്ള ആ വിജയ് എന്ന് പറയുന്ന ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ഉള്ളൂ വിജയുടെ ഏറ്റവും യങ്ങർ. അത് സംസാരിക്കുമ്പോൾ പോലും ലിപ്പ് പോലും വേറെയാണ്. കണ്ണ് വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്, ഫേസൊക്കെ വേറെ സ്ഥലത്തോട്ടാണ് പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് AI ചെയ്തപ്പോൾ പറ്റിയിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണോ, ഇനി എൻ്റെ കണ്ണും കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തതാണോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഗംഭീരമായിട്ടായിരിക്കും തോന്നുന്നത്. എനിക്ക് വെറും വേസ്റ്റായിട്ട് തോന്നി. കാരണം മാഷ ആൻഡ് ദ ബീർ എന്നൊക്കെ ബേർ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഇവിടെ കൊച്ചു കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ കരടിയൊക്കെ സംസാരിക്കും, മാഷയെ സംസാരിക്കും. മാഷിനെ ചിലപ്പോൾ കാണാൻ പറ്റും. ഉത്സവപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ബലൂണിലുണ്ടാവും ഈ ഒരു സാധനം. മാഷ അവിടെ കാണിച്ചേക്കാം വേണമെങ്കിൽ, കിട്ടണമെങ്കിൽ. അതിൽ ആ കരടി സംസാരിക്കുമ്പോൾ പോലും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ലിപ്പൊക്കെ കറക്റ്റാണ്. ഇത് ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും മെയിൻ ഒരു ക്യാരക്ടർ, അതും മെയിൻ ഒരു സംഭവം കാണിക്കുമ്പോൾ പോലും അവിടെയൊക്കെ മിസ്റ്റേക്ക്. എഡിറ്റ് ചെയ്തപ്പോൾ അവരിത് രണ്ടാമത് കണ്ടപ്പോൾ മനസ്സിലായില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കത് ഭയങ്കര ബോറായിട്ട് തോന്നി അവിടെയൊക്കെ AI ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ AI എന്ന് കേൾക്കുമ്പോൾ AIനെ പുച്ഛിച്ച് തള്ളി താഴ്ത്തി വെച്ചിരിക്കുന്നതാണ് പടത്തിൽ. ഈ പടത്തിൽ AI ഒക്കെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ പ്രതീക്ഷ AI കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ AIനെ വെറുത്തു പോകും. അങ്ങനെയാണ് AI ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വിജയുടെ തൊട്ട്
അതായത് അത് കോംബോ റിലേഷൻ എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒരു 25-നും 30-നും ഇടയ്ക്കുള്ള ഒരു വിജയ് കഥാപാത്രം വന്നു പോകുന്നുണ്ട്. അതും AI തന്നെയാണ്. അതും എനിക്ക് അത്രയ്ക്ക് സൂപ്പറായിട്ടൊന്നും തോന്നിയില്ല. ഫേസിൻ്റെ ഇവിടെ ആണെങ്കിലും മീശയൊക്കെ ആണെങ്കിലും മൊത്തത്തിലൊരു എന്തോ ഒരു അപാകത ഫീൽ ചെയ്തു. എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട നമ്മുടെ ബിഗില്ല ആ 2 കഥാപാത്രങ്ങളാണ്. അത് അത്യാവശ്യം നല്ല എൻ്റെ ഡിഫറൻസ് തോന്നിയിരുന്നു. അപ്പൻ കഥാപാത്രവും മകൻ കഥാപാത്രവും അതേപോലെ ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഈ AI ഒക്കെ കൊണ്ടുവന്നപ്പോൾ സത്യം പറയാലോ ബോറായിപ്പോയി. നമ്മൾ ഇന്ത്യൻ 2-ലും കണ്ടതാണ് ആ AI കൊണ്ടുവന്നേക്കുന്നത്. അവിടെയും ആ ബോറ് ഫീൽ ചെയ്തു. ഇവിടെ അതിലും ബോറ് ഫീൽ ചെയ്തു. കാരണം ഒരുപാട് സമയം ഇത് കാണിക്കുന്നുണ്ട്. ഫൈറ്റിലൊക്കെ ആണെങ്കിലും ഭയങ്കര ബോറായിരുന്നു. പിന്നെ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈറ്റുകളാണ്. ഒരു ഗിംബൽ പോലും ഉപയോഗിക്കാത്ത ക്യാമറയാണോ യൂസ് ചെയ്തതെന്ന് ഫീൽ ചെയ്യുന്ന മോഡലാണ് ഫൈറ്റുകൾ. ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു മിക്കതും. ഞാൻ പറയുന്ന തുടക്കത്തെ ഒരു 10 മിനിറ്റ് സീനുണ്ട്, അത് അടിപൊളിയാണ്. അവിടെ ഫൈറ്റ് ഉണ്ടെങ്കിലും അവിടെ ഡ്രോൺ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് തരക്കേടില്ലാതെ തോന്നും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഷെയ്ക്ക് ആവുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അതായത് ഒരു ഗിംബൽ പോലും യൂസ് ചെയ്യാത്ത തരത്തിലാണോ ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ഫീൽ ചെയ്തു. അത്രയ്ക്ക് ബോറായിരുന്നു ഫൈറ്റുകൾ. ഒരു കാർ ചേസിങ് സീൻ ഉണ്ട്, അത് അതിലും ബോറാണ്. ക്ലൈമാക്സിലോട്ട് കടക്കുമ്പോഴുള്ള ഫൈറ്റുകളാണ് ഏറ്റവും ബോറ് ഇതിനകത്ത് പറയാനുള്ളത്. അതും ഒരു രസമില്ല, ഒട്ടും തന്നെ നമ്മൾ പിടിച്ചിരുത്തുന്നില്ല, ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല. പല പല സ്ഥലങ്ങളിലൊക്കെ ഡ്രോൺ ഷോട്ട് കാണിക്കുന്നുണ്ട്. തായ്ലൻഡിലേക്ക് ഒരു പോകുമ്പോൾ ഡ്രോൺ ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, എന്നാലും ഭയങ്കര സൂപ്പറൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം. ഇടയിലൊരു സസ്പെൻസ് ആയിട്ടൊരു ക്യാരക്ടർ കയറി വരുന്നുണ്ട്, ഒരു തമിഴ് മെയിൻ ആക്ട്രസ് കയറി വരുന്നുണ്ട്, ഒരു ഡാൻസ് ഉണ്ട്, അത് കൊള്ളാം. ആ സമയത്ത് നല്ല കയ്യടിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട യോഗി ബാബു ആണ്. ഒരു പക്ഷേ ആ പുള്ളിക്കാരൻ ഈ പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സീൻ പോലും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ് ഈ പടത്തിൽ നിന്ന് സത്യമായിട്ടും. എനിക്ക് അത്രയും വരെയും ഒരു കണക്കിനാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് തോന്നണ്ടേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റർ വരണ്ടേ. ട്വിസ്റ്റുകളാണെങ്കിൽ പോലും നമുക്കെല്ലാം മനസ്സിലാവും. ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് തന്നെ വിജയുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നീട് തുടർന്ന് കണ്ട കാര്യമില്ല. പിന്നീട് എന്തെങ്കിലും അവരുടെ ലൈഫിൽ സംഭവിക്കുന്നു, അതിനെ ചുറ്റിപ്പറ്റി കഥ പോകുന്നു, കോമൺ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ട്വിസ്റ്റ് ഇല്ല. പക്ഷേ യോഗി ബാബു വന്നതിന് ശേഷം അവിടെ ഒരു അരമണിക്കൂറിനൊക്കെ തൊട്ട് മുകളിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കോമഡി, നല്ല രസമൊക്കെ ആയിട്ട് ഫീൽ ചെയ്തു. സോ എനിക്ക് യോഗി ബാബു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പടത്തിൽ. ബാക്കി എനിക്കെല്ലാം ബോറായിട്ട് തോന്നി. അജ്മലിനെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലൻ ഇൻട്രോ. എനിക്ക് തോന്നുന്നു അജ്മലിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും സൂപ്പർ ഒരു ക്യാരക്ടറാണ് ഇതിൽ. അജ്മലിൽ ഒരുപാട് റോളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് റോളേ ഉള്ളൂ. പക്ഷേ ഇൻട്രോ കിടിലനാണ് ഈ മനുഷ്യൻ്റെ. വിജയുടെ ഇൻട്രോനേക്കാളും എനിക്ക് ഗംഭീരമായിട്ട് തോന്നിയത് അജ്മലിൻ്റെ ആ ഒരു ഇൻട്രോ ആണ്. സോ ഈ പടം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക. കണ്ടിട്ട് മാത്രം സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾ വിജയുടെ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഗംഭീരമായിട്ടൊക്കെ ഫീൽ ചെയ്യാം. നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പല റിവ്യൂസും കാരണം കണ്ടിട്ടുണ്ടാവും. കാരണം അറിയാമല്ലോ, പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, ഗംഭീരം, സൂപ്പർ, തകർത്തു, 100 കോടി, 1000 കോടി, 10,000 കോടി, എത്രയെങ്കിലും കിട്ടട്ടെ. സ്വന്തം അഭിപ്രായം വിലയിരുത്തിയിട്ട് താഴത്ത് കമൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട് ആരെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഗുണകരമായിരിക്കും. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നതിനേക്കാളും നല്ലത് എനിക്ക് ഫീൽ ചെയ്തത് ദ വേസ്റ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നതാണ്. എൻ്റെ ഒപ്പീനിയനാണ്. കാരണം ഒരു 4-5 കൊല്ലം, ഒരു 6 കൊല്ലത്തിനിടക്ക് തിയേറ്ററിൽ പോയി കണ്ട സിനിമകളിൽ ഏറ്റവും വേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സിനിമയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ബൈ.